തിരുവനന്തപുരം കോർപ്പറേഷൻ നിയുക്ത മേയർ വി രാജേഷിനെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന വാർത്ത തെറ്റെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുകയാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചത് വി രാജേഷ് ആണെന്നും തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. അർജുൻ രാജാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, എന്തായാലും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരത്ത് BJP അധികാരമേറ്റ ദിവസമാണ്. താമര തലസ്ഥാനത്ത് അത്തരത്തിൽ വിരിഞ്ഞ ദിവസമാണ്. അവിടെയാണ് ഇന്ന് മുഖ്യമന്ത്രി വി രാജേഷിനെ വിളിച്ചു അഭിനന്ദനം അറിയിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. എന്നാൽ അത് വ്യാജമാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറയുന്നത്? എന്താണ് അവർ പറയുന്നത്? സ്വാതി, വി രാജേഷിനെ അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കപ്പെട്ടത്. പക്ഷേ അത് പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച, അതായത് മുഖ്യമന്ത്രിയുടെ PA-യെ വി രാജേഷ് വിളിക്കുന്നു, മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പറയുന്നത്. അതിനുശേഷം ആ സമയത്ത് മുഖ്യമന്ത്രി ഒപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് PA മുഖ്യമന്ത്രിയോട് ഇങ്ങനെ വി രാജേഷ് വിളിച്ചിരുന്നു, സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തിരിച്ച് വി രാജേഷിനെ കണക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ താൻ മേയറാകാൻ പോകുകയാണെന്നുള്ള കാര്യം വി രാജേഷ് അറിയിച്ചു. മേയറായി തെരഞ്ഞെടുത്തതിന് ശേഷം നേരിട്ട് വന്ന് കാണാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അങ്ങനെ ആകട്ടെ, എല്ലാവിധ അഭിനന്ദനങ്ങളും എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. പക്ഷേ അതാണ് പിന്നീട് വലിയ രീതിയിൽ മുഖ്യമന്ത്രി ഒരു BJP നേതാവായിട്ടുള്ള മേയറെ വിളിച്ച് ആശംസ അറിയിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരികയും പ്രചരിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് പ്രത്യേക താല്പര്യമെടുത്ത് വിളിച്ച് അഭിനന്ദനം അറിയിച്ചതല്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. വി രാജേഷ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിളിക്കുകയും ആ ഘട്ടത്തിൽ മേയറാകാൻ പോകുന്ന കാര്യം വി രാജേഷ് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രി ആശംസ നേർന്നത് മാത്രമാണ് ഉണ്ടായതെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നൽകിയിട്ടുള്ള വിശദീകരണം. സ്വാതി. ശരി അർജുൻ, മുഖ്യമന്ത്രി വി രാജേഷിനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്നത് അങ്ങനെയല്ല, മുഖ്യമന്ത്രിയെ തിരിച്ച് വി രാജേഷ് വിളിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്.